പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹം നിറഞ്ഞ സ്നേഹിതരെ, പരിശുദ്ധ സഭയുടെയും ആരാധനയെക്കുറിച്ചും സഭയുടെ വിശ്വാസത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളാണ് എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ഒരാഴ്ച നാം പഠിച്ചത് പൗരസ്ത്യ ആരാധനയും വേദപുസ്തകവും തമ്മിലുള്ള ബന്ധമാണ്. കാരണം പലപ്പോഴും എന്താണ് ആരാധന എന്ന് മനസ്സിലാകാത്തിടത്തോളം ഇന്ന് ചില ചപലതകളുടെയും ശബ്ദകോശങ്ങളുടെയും പര്യായമായി ആരാധന മാറിയിരിക്കുന്നു. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവാരാധന നടത്തേണ്ടുന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ആ ആരാധന വേദപുസ്തകപരമായി ചിന്തിക്കുക, പഠിക്കുക എന്നതാണ് നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മനുഷ്യനെ ദൈവമുണ്ടാക്കിയത് ആരാധിക്കുവാനാണെന്നും കൂടെ ഇരിക്കുവാനും കൂടെ നടക്കുവാനും കൂടെ ചിന്തിക്കുവാനും മനുഷ്യന്റെ ദൗത്യം അതാണെന്നും അത് നടത്തുന്ന സമയമാണ് ആരാധന എന്നതുമാണ് നാം കേട്ടത്. പ്രേ എന്ന വാക്കിന്റെ 4 അക്ഷരങ്ങൾ, അതിൻ്റെ വേദപുസ്തകപരമായ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പി, ദാറ്റ് ഈസ് പ്രൈസിങ്, സ്തുതിക്കുക. ആർ, വിത്ത് റിപ്പൻറ്റൻസ്, അനുതാപത്തോടെ. എ, ആസ്കിങ്, ചോദിക്കുക. ചോദിക്കേണ്ടുന്നത് എന്താണ് എന്ന് നാം കണ്ടു. ദൈവമേ, അങ്ങേക്ക് ഹിതകരവും ഞങ്ങൾക്ക് പ്രയോജനകരവുമായത് അവിടുന്ന് തരണമേ. അർഹിക്കാവുന്നതേ ചോദിക്കാവൂ. അർഹിക്കാത്തത് ചോദിച്ചാലും തന്നെന്നു വരാം, പക്ഷേ അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അതുകൊണ്ട് ചോദിക്കുന്നതിന് മുമ്പ് ദൈവമേ, എനിക്ക് ഇത് അനുഭവിക്കുവാനുള്ള അർഹതയും കൂടെ തരണമേ എന്ന്, നിന്റെ ഇഷ്ടം എന്ത് എന്ന് വ്യക്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നതും നാം മനസ്സിലാക്കി. Why, that stands for yielding with gratitude. നന്ദിയോടെ, ദൈവനാമമഹത്വത്തോടെ അത് സ്വീകരിക്കുക. ഇതാണ് പ്രേ എന്ന വാക്കിന്റെ അർത്ഥം എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് ആരാധനയെക്കുറിച്ച്, ആരാധനയുടെ സ്ട്രക്ചറിനെ കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച് വേദപുസ്തകപരമായി എന്ത് എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ആരാധനയ്ക്കായിട്ട് 3 പ്രധാന കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ആരാധന എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കൂദാശകൾ എന്ന അർത്ഥത്തിലാണ്. ആരാധന പ്രധാനമായി 2 തലങ്ങളിലായി, 2 അവസ്ഥകളിലായി, 2 വിധത്തിലായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കുടുംബങ്ങളിൽ നടത്തുന്ന പ്രധാനമായ യാമ പ്രാർത്ഥനകൾ. 2, കൂട്ടായ്മകളിൽ നടത്തുന്ന അഥവാ ദേവാലയത്തിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി വർഷിപ്പ്. ഇത് രണ്ടുമാണ് ആരാധനയുടെ 2 വിധങ്ങൾ അഥവാ 2 തലങ്ങൾ എന്നുള്ളത്. ഒന്ന്, ഫാമിലി സെന്റേർഡ് വർഷിപ്പ്. 2, ചർച്ച് ഓറിയന്റഡ് വർഷിപ്പ്. ഇത് രണ്ടുമാണ് ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അതിൽ തന്നെ ഇതിൽ രണ്ടിലും 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുള്ളത്. ഒന്ന്, പരസ്യ പ്രാർത്ഥന. 2, രഹസ്യ പ്രാർത്ഥന. അപ്പോൾ ഒന്ന്, ഭവനത്തിൽ അധിഷ്ഠിതമായത്. 2, ദേവാലയത്തിൽ അധിഷ്ഠിതമായത്. അതിൽ തന്നെ പരസ്യ പ്രാർത്ഥന. 2, രഹസ്യ പ്രാർത്ഥന. ഇതാണ് ആരാധന എന്ത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പൊതു അനുഭവം എന്നുള്ളത്. ഈ ആരാധനയ്ക്കായിട്ട് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു പൊതു ആരാധനയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എ പ്രോപ്പർ പ്ലേസ്
ശരിയായ ഒരു സ്ഥലം ആരാധനയ്ക്ക് ആവശ്യമാണ്. 2, എ പ്രോപ്പർ പാറ്റേൺ, ശരിയായ ഒരു ഘടന ആരാധനയ്ക്ക് ആവശ്യമാണ്. 3, എ പ്രോപ്പർ പ്രെയർ, ശരിയായ ഒരു പ്രാർത്ഥന ആരാധനയ്ക്ക് ആവശ്യമാണ്. ഈ 3 ഘടകങ്ങളാണ് പൊതു ആരാധനയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. 1, എ പ്രോപ്പർ പ്ലേസ്. 2, എ പ്രോപ്പർ പാറ്റേൺ. 3, എ പ്രോപ്പർ പ്രെയർ. ഇതിനകത്ത് 3-നകത്തും വ്യത്യസ്തങ്ങളായ ചില തലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1, എ പ്രോപ്പർ പ്ലേസ്. എവിടെയാണ് ആരാധിക്കേണ്ടുന്നത്? പ്രത്യേകിച്ച് കൂദാശകൾ നടത്താനുള്ള സ്ഥലം എവിടെയാണ്? ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് എവിടെയും ആരാധിക്കാം എന്നുള്ളതാണ്. ഓഡിറ്റോറിയത്തിൽ ആരാധിക്കാം. ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന ഓഡിറ്റോറിയം പിറ്റേ ദിവസം പള്ളിയായിട്ട് മാറാം. പള്ളിയായിട്ട് മാറുന്ന ഓഡിറ്റോറിയം പിറ്റേ ദിവസം ഗാനമേളയ്ക്കായിട്ട് മാറുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരാധിക്കുന്ന വിധങ്ങൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. സത്യത്തിൽ എവിടെയാണ് ആരാധിക്കേണ്ടുന്നത്? There should be a proper place for worship. ശരിയായ ഒരു സ്ഥലം ആവശ്യമാണ്. നമുക്ക് പൊതുവായിട്ട് നമുക്ക് പറയാം, ഒരു ദൈവാലയം ആവശ്യമാണ്. ദൈവാലയത്തിലാണ് നാം ആരാധിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവാലയമുണ്ട്. പരുമലയിൽ കാണുന്ന ഈ പരിശുദ്ധമായ ദൈവാലയം, നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ കാണുന്ന ദൈവാലയങ്ങൾ, ഈ ദൈവാലയത്തിന്റെ സോഴ്സ് എവിടെയാണ്? അഥവാ ഏതു മാതൃകയിലാണ് ഒരാരാധനാലയം പണിയേണ്ടിയിരിക്കുന്നത്? ഒരു പരിശുദ്ധ പള്ളി പണിയാനുള്ള മാതൃക എന്ത് എന്നത് നാം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടുന്നത് അനിവാര്യമാണ്. ഒന്ന് ശ്രദ്ധിക്കുക, സ്വർഗത്തിലുള്ള ദേവാലയത്തിന്റെ മാതൃകയിൽ ആകണം ഭൂമിയിൽ ദൈവാലയം പണിയേണ്ടുന്നത്. സ്വർഗത്തിലുള്ള ദൈവാലയത്തിന്റെ മാതൃകയിൽ ആകണം ഭൂമിയിൽ ദൈവാലയം പണിയേണ്ടുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു സ്വാഭാവികമായി ചോദ്യമുണ്ടാകും, സ്വർഗത്തിൽ ദൈവാലയം ഉണ്ടോ എന്ന്. സ്വർഗത്തിൽ പള്ളി ഉണ്ടോ എന്ന ചോദ്യത്തിന് വെളിപാട് പുസ്തകം തരുന്ന ഉത്തരമൊന്ന് ശ്രദ്ധിക്കുക. വേദപുസ്തകമുള്ളവര് എടുത്തു വെക്കുകയും അത് വായിക്കുകയും ചെയ്താൽ കുറെ കൂടെ സൗകര്യപ്രദമാകും. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വർഗത്തിൽ ദേവാലയം ഉണ്ടോ എന്നതിന് കൃത്യമായ ഒരു മറുപടി അവിടെ നാം കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്ന് രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, സ്വർഗത്തിൽ ദേവാലയം ഉണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഏറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകുന്ന ഒരു പുസ്തകമാണല്ലോ വെളിപാട് പുസ്തകം. സംശയങ്ങൾ വർദ്ധിക്കുകയും അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പിടികിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രായം കൊണ്ട് ഏറ്റവും കുറഞ്ഞ സ്ഥാനത്തുണ്ടായിരുന്ന അപ്പസ്തോലനാണ് യോഹന്നാൻ. പരിശുദ്ധ മാതാവിന്റെ സംരക്ഷകനായിരുന്നു യോഹന്നാൻ. അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അതിനു മുമ്പ് വിഷം കഴിക്കാൻ കൊടുത്തു, അദ്ദേഹം മരിച്ചില്ല. തിളച്ച എണ്ണയിൽ വറുത്തു, അദ്ദേഹം മരിച്ചില്ല. അത് കഴിഞ്ഞാണ് അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയത്. ഏകാന്തവാസിയായി പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ആരാധിക്കുവാൻ യാതൊരു മാർഗവുമില്ല, ആരാധിക്കുവാൻ ഒരു സ്ഥലവുമില്ല. അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
ഞായറാഴ്ച ആരാധിക്കുവാൻ സ്ഥലമില്ല. കർത്തൃ ദിവസം, ദൈവിക ദിവസം, ലോർഡ്സ് ഡേ. സ്ഥലമില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പറയുകയാണ്, ക്ലൈംബ് ഓൺ, കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ യോഹന്നാൻ കയറി ചെന്ന് സ്വർഗീയ ആരാധനയുടെ ദർശനം മുഴുവൻ കണ്ടു. വെളിപാട് പുസ്തകം 4-ാം അധ്യായം മുതൽ സ്വർഗത്തിലെ ആരാധന എങ്ങനെയാണ് എന്ന് വ്യക്തമായി അവിടെ കാണുവാൻ നമുക്ക് കഴിയും. അതിൽ യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിലെ ആരാധനയിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്ന് രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സ്വർഗത്തിൽ ആരാധിക്കുവാനുള്ള ആരാധനാ സ്ഥലം ഉണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് വെളിപാട് പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്, 11-ാം അധ്യായം 1-ാമത്തെ വാക്യം തന്നെ നമുക്ക് കാണാമല്ലോ. പിന്നെ ദണ്ണുപോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ദൈവത്തിന്റെ ആലയം എന്ന വാക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. വീണ്ടും 11-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. വെളിപാട് പുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യവും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. വെളിപാട് പുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ ദേവാലയം ഉണ്ട്, അവിടെ ദൈവികമായ ആരാധനയുണ്ട്, അവിടെ വിശുദ്ധ കുർബാന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ വിശദീകരണങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കേണ്ടുന്നതാണെങ്കിലും ഇപ്പോൾ അതിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ കാണുന്നത് സ്വർഗത്തിൽ ദേവാലയം ഉണ്ട്. ഇനി ആ സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മാതൃകയിൽ ആണ് ഭൂമിയിൽ ദേവാലയം പണിയണം എന്ന് ദൈവത്തിന്റെ കൽപ്പന വല്ലതുമുണ്ടോ? സ്വർഗീയ ദേവാലയത്തിന്റെ മാതൃകയിൽ ആകണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ? എനിക്കൊന്നും കേൾക്കാൻ വയ്യ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇന്ന് അല്പം അമിതമായ ശബ്ദം കേൾക്കുന്നു. ഇത്രയും ശബ്ദം വേണ്ടായിരുന്നു. ആരും ഇവിടെ കാണാനുമില്ല. ഓക്കെ, കേൾക്കാമല്ലോ നിങ്ങൾക്കല്ലേ? സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മാതൃകയിൽ തന്നെ വേണം ഭൂമിയിൽ ദേവാലയം പണിയുവാൻ എന്ന് ദൈവത്തിന്റെ കൽപ്പനയുണ്ടോ? വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ? നോക്കുക, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 40-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 40-ാമത്തെ വാക്യം. അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? പുറപ്പാട് 25-ന്റെ 40-ൽ നാം കാണുന്നത്, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. കൃത്യമായി അവിടെ വിഭാവനം ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈം നാട്ടിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോവുകയാണ്. പുറപ്പാട് സംഭവിക്കുകയാണ്. ഈ പുറപ്പാട് സംഭവിക്കുമ്പോൾ എന്താണ് കാണുന്നത്? അവർക്ക് ഒരു മൂവിങ് ഓൾട്ടർ അഥവാ അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ആരാധന സ്ഥലം ആവശ്യമായി വന്നു. അതാണ് സാക്ഷിയൻ പെട്ടകം. ആ സാക്ഷിയൻ പെട്ടകം എങ്ങനെയാണ് പണിയേണ്ടുന്നത്? ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ സാക്ഷിയൻ പെട്ടകം എങ്ങനെ പണിയണം? പർവ്വതത്തിൽ വെച്ച് ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം അത് പണിയണം. മാതൃക, ദാറ്റ് ഈസ് മോഡൽ. ഒറിജിനൽ ഉള്ളപ്പോഴാണ് എന്തുണ്ടാകുന്നത്? മോഡൽ ഉണ്ടാകുന്നത്. എവിടെയാണ് ഒറിജിനൽ? സ്വർഗത്തിൽ കാണുന്ന ദൈവാലയത്തിന്റെ മാതൃക പ്രകാരം
സാക്ഷ്യപ്പെട്ടകം പണിയണം എന്ന് ദൈവം മോശയ്ക്ക് വെളിവാക്കുകയാണ്. അങ്ങനെ ദൈവം കൊടുത്ത മാതൃക പ്രകാരം അതിന്റെ വിശദീകരണങ്ങൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 26-ാം അധ്യായം മുതൽ നാം കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ദേവാലയം പണിയേണ്ടുന്നത്, അതിന്റെ ആരാധനയുടെ ക്രമീകരണങ്ങൾ എപ്രകാരമാകണം തുടങ്ങിയവയെ കുറിച്ച് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം മുതൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഒരാരാധനാലയം പണിയണം. അങ്ങനെ സാക്ഷ്യ കൂടാരം പണിതു. ഇസ്രായേൽ മക്കൾ അവിടെ ആരാധിച്ചു. അവർ കനാൻ നാട്ടിലെത്തിക്കഴിഞ്ഞ് അവർക്ക് രാജാക്കന്മാരുണ്ടായി. രണ്ടാമത്തെ രാജാവായ ദാവീദ് ദൈവത്തിന് ഒരാലയം പണിയുവാൻ ആഗ്രഹിച്ചു. ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൂടാരം സാക്ഷ്യപ്പെട്ടകം ശൂന്യമായിരിക്കെ എനിക്കെങ്ങനെയാണ് ഒരു കൊട്ടാരത്തിൽ കഴിയാൻ കഴിയുന്നത്? അതുകൊണ്ട് ദാവീദ് തനിക്ക് കൊട്ടാരം പണിയുന്നതിന് മുമ്പ് തന്നെ ഒരു ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ദാവീദിനെ അതിന് അനുവദിച്ചില്ല. ദാവീദിന്റെ മകനായ ശലോമോനാണ് ആ ദേവാലയം പണിയുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. എന്നാൽ ദേവാലയം പണിയുന്ന സമയത്ത് ഏതു തരത്തിലാകണം ഈ ദേവാലയം പണിയേണ്ടുന്നത് എന്ന സംശയം സ്വാഭാവികമായി ശലോമോന് ഉണ്ടായി. അതിന് ദൈവം ദാവീദിലൂടെ കൊടുക്കുന്ന മറുപടിയാണ് 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 19-ാമത്തെ വാക്യം. യെരൂശലേം ദേവാലയം നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ യെരൂശലേം ദേവാലയം ഏതു തരത്തിലാണ് പണിയേണ്ടുന്നത് എന്ന് യെരൂശലേം ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ച ദാവീദിലൂടെ ദൈവം തമ്പുരാൻ ദാവീദിന്റെ മകനായ ശലോമോന് വ്യക്തമാക്കുകയാണ്. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 ദിനവൃത്താന്തം 28-10 വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറയുകയാണ്, എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ഇത് കഴിഞ്ഞിട്ട് ആ ദേവാലയം പണിയുവാൻ ശലോമോനെ ഏൽപ്പിച്ചുകൊണ്ട് ദാവീദ് പറയുന്ന വാചകമാണ് 28-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഏതു മാതൃകയിലാണ് ഈ ദേവാലയം പണിയേണ്ടുന്നത്? ദാവീദ് പറയുന്നു, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, സാക്ഷ്യകൂടാരം പണിയുമ്പോൾ ദൈവം സീനായി മലയുടെ മുകളിൽ വെച്ച് മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ കാണിക്കുന്ന മാതൃകയിൽ ഈ സാക്ഷ്യകൂടാരം പണിയണം. യെരൂശലേം ദേവാലയം പണിയുവാൻ പോകുമ്പോൾ ദൈവം ദാവീദിലൂടെ ഈ പണി നടത്തുവാൻ പോകുന്ന ശലോമോനോട് പറയുകയാണ്, ഈ ദേവാലയത്തിന്റെ മാതൃക ദൈവം തന്റെ കൈകൊണ്ടെഴുതിയ രേഖയാൽ. അതിനെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ദൈവം ഒരു പുസ്തകത്തിൽ പേപ്പറിൽ എഴുതി കൊടുത്തു എന്നതല്ല. സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മാതൃകയിലാകണം ഭൂമിയിൽ ദേവാലയം പണിയേണ്ടുന്നത് എന്ന് ദൈവം പറഞ്ഞുകൊടുത്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. ദൈവം തന്റെ കൈ കൊണ്ടെഴുതിയ മാതൃകയാൽ, രേഖയാൽ ഇതിന്റെ മാതൃക എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിൽ ശലോമോൻ ജെറുസലേം ദേവാലയം പണിതു. ഇത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇത് പഴയ നിയമത്തിലെ കാര്യമാണല്ലോ ഈ അച്ഛൻ പറയുന്നത്, പഴയ നിയമ ദേവാലയത്തിന്റെ കാര്യമാണല്ലോ എന്ന ചിന്തയുണ്ടാകും. അല്ല, ഇത് പുതിയ നിയമത്തിലും ഒരു ക്രിസ്തീയ ദേവാലയം പണിയുമ്പോൾ ആ ദേവാലയത്തിന്റെ രൂപവും അതിന്റെ ഘടനയും
അതിന്റെ രീതികളും സ്വർഗത്തിലെ ദേവാലയത്തിന്റെ രൂപത്തിൽ പണിത ജെറുസലേം ദേവാലയത്തെ പോലെയാകണം എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി കൽപ്പിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. എബ്രായ ലേഖനം നമുക്കറിയാം, അത് പുതിയ നിയമത്തിലെ പുസ്തകമാണല്ലോ. വിശുദ്ധ പൗലോസ് എഴുതി എന്ന് വിശ്വസിക്കുന്ന എബ്രായ ലേഖനത്തിൽ ദേവാലയത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാകുന്നു. That was a model for the present time. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാകുന്നു. ഏതു കൂടാരം? ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിൽ സലോമോൻ പണിത ജെറുസലേം ദേവാലയം എന്ന കൂടാരം ഫോർ ദി പ്രസന്റ് ടൈം ഇപ്പോൾ അത് ഒരു സാദൃശ്യമാണ്. ഏതാണ് സാദൃശ്യം? ജെറുസലേം ദേവാലയം ഇപ്പോൾ പണിയുന്ന ദേവാലയത്തിന് ഒരു മോഡൽ ആയിരിക്കണം. ശ്രദ്ധിക്കുക, നാം ഇതുവരെ കൈകാര്യം ചെയ്തത് സ്വർഗത്തിൽ ദേവാലയം ഉണ്ട്, സംശയമില്ലല്ലോ? ഇല്ല. ആ ദേവാലയത്തിന്റെ മാതൃകയിൽ വേണം സാക്ഷ്യകൂടാരം പണിയുവാൻ, സംശയമില്ലല്ലോ? അതിലൊരു സംശയം ബാക്കി കിടപ്പുണ്ട്. അത് പുതിയ നിയമത്തിൽ പറയുന്നില്ലല്ലോ അച്ഛാ. അങ്ങനെ പണിയണം എന്നത് പുതിയ നിയമത്തിൽ ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന ഒരു ചെറിയ സംശയം ബാക്കി കിടക്കുന്നുണ്ടാകാം. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ എന്താണ് നാം കാണുന്നത്? കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ. ഏതു കൂടാരം? താമസത്തിനുള്ള കൂടാരമല്ല, പിന്നെ ദേവാലയം. കാരണം 8-ാം അധ്യായം 1 മുതൽ നാം വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മൾ കഴിയുന്ന വീട് വിശുദ്ധമാണെങ്കിലും അത് വിശുദ്ധ സ്ഥലമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്, പരാമർശിക്കപ്പെടുന്നത് ദേവാലയത്തെ കുറിച്ചാണ്. ആ ദേവാലയം മോശ പണിയുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഏതാണ് മോശ പണിയുവാൻ ആഗ്രഹിച്ച ദേവാലയം? യെരുശലേം ദേവാലയമല്ല, അത് സാക്ഷ്യകൂടാരമാണ്. സാക്ഷിയൻ പെട്ടകം വെച്ചിട്ടുള്ള സാക്ഷ്യകൂടാരമാണ്. അങ്ങനെ പണിയുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എന്തു ചെയ്തു? 5-ാമത്തെ വാക്യം. പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലും ആയതിൽ ശുശ്രൂഷ ചെയ്യുന്നു. എത്ര കൃത്യമായിട്ട് മനസ്സിലായി! വേദപുസ്തകം വായിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകേണ്ടുന്നതാണെങ്കിലും നിർഭാഗ്യവശാൽ ഇന്ന് പലർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. വേദപുസ്തകം പഠിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതിന്റെ പൂർണ്ണമായ അർത്ഥതലങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കൂട്ടായ്മ പ്രാർത്ഥനകളുടെ എണ്ണം കൂടുകയും ദേവാലയ ആരാധനയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പ്രാർത്ഥനാ സംഘങ്ങളുണ്ട്, പക്ഷേ ദൈവാലയത്തിന്റെ വിശുദ്ധി, അവിടെ നടത്തുന്ന പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവം മറ്റുള്ളിടത്ത് പ്രസാദിക്കില്ല എന്നതല്ല. ദൈവം കൽപ്പിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ആരാധന നടത്തുന്ന ദൈവാലയത്തിലെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ കൂടുതൽ എത്തുന്നത് എന്ന ദൈവവചനത്തെ നിരസിച്ചുകൊണ്ട്. പലപ്പോഴും അത് സംഭവിക്കുന്നത് വേദപുസ്തകത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, സ്വർഗത്തിൽ ദൈവാലയമുണ്ട്. ആ ദൈവാലയത്തിന്റെ മാതൃകയിൽ സാക്ഷ്യകൂടാരം. മോശ ആ മാതൃകയിൽ സാക്ഷ്യകൂടാരം പണിതപ്പോൾ സലോമോൻ ജെറുസലേം ദേവാലയം പണിയുന്ന സമയത്ത് ദാവീദ് പറയുന്നു, ഇതിന്റെ മാതൃക
ദൈവം തന്റെ കൈകൊണ്ടെഴുതിയ രേഖ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന്. ഇത് പുതിയ നിയമത്തിൽ വീണ്ടും പറയുന്നു, ആ കൂടാരം ഈ കാലത്തേക്ക് എന്താണ്? അതൊരു മോഡലാണ്. ദാറ്റ് വാസ് എ മോഡൽ ഫോർ ദി പ്രസന്റ് ടൈം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ ആഴത്തിൽ നാം മനസ്സിലാക്കുക. നാം ഇന്ന് ഇവിടെ ആരാധന നടത്തുന്ന ഈ ആരാധനാലയം, പൗരസ്ത്യ സഭയുടെ ഏത് ആരാധനാലയവും സ്വർഗത്തിലെ ആരാധനാലയത്തിന്റെ അതേ മാതൃകയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിയായ ആരാധനയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് എന്ത്? എ പ്രോപ്പർ പ്ലേസ് ഫോർ വർഷിപ്പ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ക്രിസ്തു ജനിക്കുവാൻ ഏതെങ്കിലും സ്ഥലം ആവശ്യപ്പെട്ടോ? ഇല്ല. കല്ലടാവിലാണ് അവിടുന്ന് ജനിച്ചത്. ആരാധനയിൽ, ക്രിസ്തുമസിന്റെ എൽദോ പെരുന്നാളിന്റെ ആരാധനയിൽ പറയുന്നുണ്ട്, അമ്മ മറിയം പറയുകയാ, ഇല്ല, എനിക്കൊരു പായില്ല, ഒരു കട്ടിലില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ എവിടെയാ പ്രസവിച്ചിടുന്നത്? ജനിക്കുവാൻ സ്ഥലം ആവശ്യപ്പെട്ടില്ല, ജീവിക്കുവാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. KPSCയുടെ നാടകത്തിൽ പാടുന്നത് പോലെ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായിക്കുവാൻ പോലും ഇടമില്ല. മരിക്കുവാനോ? കുറ്റവാളി മണ്ണിൽ കിടന്ന് മരിച്ചാൽ മണ്ണിന് അഹിതമാകും, വിണ്ണിൽ മരിച്ചാൽ വിണ്ണിന് അഹിതമാകും. അതുകൊണ്ട് മണ്ണിനും വിണ്ണിനും ഇടയിൽ മരിക്കുവാനുള്ള ആയുധമായി റോമക്കാര് കണ്ടുപിടിച്ച കുരിശിലായിരുന്നു മരണം. ജനിക്കുവാനും വളരുവാനും മരിക്കുവാനും ഏറ്റവും നീചമായതാണ് തമ്പുരാൻ തെരഞ്ഞെടുത്തത് എങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം അവിടുന്ന് നിഷ്കർഷ വെച്ചു. ഏതു കാര്യത്തിലാണ് എന്ന് നമുക്കറിയാം. പെസഹായുടെ ദിവസം അടുത്തു വന്നപ്പോൾ ശിഷ്യന്മാര് ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നാഥ, എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടുന്നത്? അതിന് ക്രിസ്തു കൊടുക്കുന്ന മറുപടിയാണ്, നിങ്ങൾ തെരുവോരത്ത് ചെല്ലണം. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്ക് എതിർപ്പെടും. അയാൾ ചെല്ലുന്ന വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലണം. അവിടെ ചെന്ന് ചോദിക്കണം, എവിടെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥനെ ഒരുമിച്ച് പെസഹ നടത്തേണ്ടുന്നത്? അവർ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരും? വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. ജനിക്കുവാൻ വൻ മാളികയില്ലായിരുന്നു, ജീവിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു, മരിച്ചപ്പോൾ നിന്ദ്യതയുടെ പ്രതീകമായ കുരിശ്, കബറടക്കിയത് വല്ലവന്റെയും കല്ലറയിൽ, അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ. പക്ഷേ വിശുദ്ധ കുർബാന ചൊല്ലുന്ന സമയമായപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ല, അതിനുവേണ്ടി വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക തയ്യാറായിട്ടുണ്ട്. ഈ വിരിച്ചൊരുക്കിയ വൻമാളിക എന്നുള്ളത് യദൃച്ഛികമായി ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല. റോമൻ ആർക്കിടെക്ചർ നാം പഠിക്കുമ്പോഴാണ് എല്ലാ വീടുകളിലും ഈ ലാർജ് ആൻഡ് ഫർണിഷ്ഡ് അപ്പർ റൂം ഇല്ല, വിരിച്ചൊരുക്കിയ വൻമാളികയില്ല. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ മാത്രമാണ് ഈ വിരിച്ചൊരുക്കിയ വൻമാളികയുള്ളത്. അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് ഒരു പഠനം തന്നെ നടത്തുവാനായിട്ടിടയായി. ദീർഘചതുരാകൃതിയിലുള്ളൊരു മേശ ഉണ്ടാകും, അവിടെ പ്രധാനപ്പെട്ട ഒരു കസേര, സിംഹാസനം ഉണ്ടാകും, 12 കസേരകൾ ഉണ്ടാകും, വെള്ളം കാല് കഴുകാനുള്ള, മുഖം കഴുകാനുള്ള വെള്ളം വെക്കുന്ന പാത്രങ്ങൾ ഉണ്ടാകും. ഏറ്റവും വലിയ വീടുകളിൽ അവരുടെ കുടുംബ തലവന്മാരുടെ സംഘം കൂടുവാൻ വേണ്ടി ക്രമീകരിച്ചിരുന്ന സ്ഥലമാണ് എവിടെ? വിരിച്ചൊരുക്കിയ വൻമാളിക. അതേ പ്രിയപ്പെട്ടവരെ, ജനിക്കുവാനും വളരുവാനും മരിക്കുവാനും കബറടക്കപ്പെടുവാനും പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാതിരുന്ന കർത്താവ് വിശുദ്ധ കുർബാന ചൊല്ലിയപ്പോൾ പറഞ്ഞു, അത് വിരിച്ചൊരുക്കിയ വൻമാളിക ആകണം. നിങ്ങൾക്കറിയാമോ, ഒരു വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ പടി വിരിച്ചു വെക്കുക എന്നതാണ്. ഒരു വൈദികൻ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ വന്നാൽ പ്രാഥമികമായ പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നതാണ് എന്ത്? വിരിച്ചു വെക്കുക എന്നത്. ഇത് വെറുതെ നടത്തുന്ന ഒരു പ്രോസസ് അല്ല, ഒരു പ്രക്രിയയല്ല. യേശുക്രിസ്തു നടത്തിയ അതേ പ്രക്രിയ. വിരിച്ചൊരുക്കിയ വൻമാളികയിൽ അവിടുന്ന് വിശുദ്ധ കുർബാന ചൊല്ലി. വിശുദ്ധ കുർബാന ചൊല്ലിയ വൻമാളികയിലേക്ക്
50-ാം ദിവസം അഥവാ പെന്തക്കോസ്തിയിൽ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഇത് യദൃച്ഛികമായിട്ട് സംഭവിച്ച ഒന്നല്ല. ഇതൊരു കോയിൻസിഡൻസ് അല്ല. ഇത് ദൈവം മുന്നമേ നിശ്ചയിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദേവാലയത്തിന്റെ അതേ രീതിയിൽ എ പ്രോപ്പർ പ്ലേസ് ഫോർ വർഷിപ്പ്. അവിടെ എങ്ങനെയൊക്കെയാണ് ഈ സ്ഥലത്ത് ആരാധനയുടെ ക്രമീകരണം നടത്തേണ്ടുന്നത് എന്നതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞു എ പ്രോപ്പർ പ്ലേസ്. രണ്ട്, എ പ്രോപ്പർ പാറ്റേൺ. ഓരോ വൈദികർക്കും അവരവർക്കിഷ്ടമുള്ളതുപോലെ ഒരു പാറ്റേൺ സ്വീകരിക്കാൻ കഴിയില്ല. ഓരോ ദേവാലയത്തിനും ദേവാലയത്തിന്റെ ആർക്കിടെക്ട് വിചാരിക്കുന്നത് പോലെ ഒരു പാറ്റേൺ സ്വീകരിക്കാൻ കഴിയില്ല. ക്രൈസ്തവ ദേവാലയത്തിന്റെ പാറ്റേൺ, രീതി, ഘടന എപ്രകാരമാകണം? വായിക്കാം. നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാകുന്നു. ഏതു കൂടാരം? ജെറുസലേം ദേവാലയം. ആ ജെറുസലേം ദേവാലയത്തിന്റെ പാറ്റേണിൽ ആകണം നമ്മുടെ ദേവാലയവും ഉണ്ടാകേണ്ടുന്നത്. നമുക്ക് നോക്കാം എബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും. ജെറുസലേം ദേവാലയവും ക്രിസ്തീയ ദേവാലയവും തമ്മിലുള്ള ഒരു താരതമ്യം നാം നടത്തുമ്പോൾ ക്രിസ്തീയ ദേവാലയം അഭിമുഖമായി നിൽക്കുന്നത് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. എന്താണ് ഈ കിഴക്കിന്റെ പ്രാധാന്യത? കിഴക്കിന്റെ പ്രാധാന്യത ഏറെ നമുക്ക് പഠിക്കുവാനുണ്ട്. എങ്കിലും ഒന്ന്, ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കിയത് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഏദൻ തോട്ടം ദേവാലയത്തിന്റെ മുൻകുറിയാണെന്ന് പിതാക്കന്മാർ പറയുന്നു. ഏദൻ തോട്ടത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം വിശുദ്ധ കുർബാനയും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അത് വിശുദ്ധ വേദപുസ്തകവുമാണ് എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. ഏദൻ തോട്ടം ദേവാലയത്തിന്റെ മുൻകുറിയാണെങ്കിൽ ആ ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 1-ാമത്തെ വാക്യം, 43-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം കിഴക്കിന്റെ പ്രാധാന്യത നാം കാണുന്നുണ്ട്. ഇനിയും നാം എന്തിനാണ് കാത്തിരിക്കുന്നത്? യേശു തമ്പുരാന്റെ 2ാമത്തെ വരവിനായി കാത്തിരിക്കുന്ന രക്ഷിത സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ആ ക്രിസ്തു 2ാമത് എങ്ങനെ വരും എന്ന്, ഏതു വഴിയായി വരും എന്നാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു തന്നെ പറഞ്ഞു. വിശുദ്ധ മത്തായി 24-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. അതിനോട് ചേർന്ന 27-ാമത്തെ വാക്യവും ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിത സംഘമാണ് ക്രിസ്തീയ സഭയെങ്കിൽ ആ ക്രിസ്തുവിന്റെ വരവ് എങ്ങനെയാണ്? വിശുദ്ധ മത്തായി 24-ാം അധ്യായം 27-ാമത്തെ വാക്യം. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വരും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും. കൃത്യതയല്ലേ ഇവിടെ? എങ്ങനെ വരും? ലൈക്ക് എ സ്പാർക്ക്, ലൈക്ക് ലൈറ്റ്നിങ്, ലൈക്ക് എ ഫ്ലാഷ്, പെട്ടെന്ന് വരും. ഇനിയും എങ്ങനെയാണ് ആ മിന്നൽ വരുന്നത്? കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വരും പോലെ. അവിടെ ദിശയും അവിടെ സംഗതിയും എല്ലാം കൃത്യമായി വ്യാഖ്യാനിക്കുകയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കർത്താവിന്റെ വരവെങ്കിൽ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതേ ഉള്ളൂ.
നിന്റെ രണ്ടാമത്തെ വരവിനായും ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ സമയം നമുക്കറിയില്ല, അനിശ്ചിതമായ സമയമാണ്. പക്ഷെ പാത കൃത്യമാണ്, ദിശ കൃത്യമാണ്. എങ്ങനെയാണ് ആ ദിശ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരും പോലെ. ഇത് ഞാനോ പിതാക്കന്മാരോ ഒന്നും പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാര് പറഞ്ഞതല്ല, ക്രിസ്തു തന്നെ പറഞ്ഞതാണ്. ഇത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് അവിടുത്തെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റേതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതുമല്ല. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന രക്ഷിത സമൂഹമായ ക്രിസ്ത്യാനികൾ ആ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ആരാധന അത് കിഴക്കോട്ട് ദർശനമായി നിന്നുകൊണ്ട് വേണം. അതുകൊണ്ട് ഒരു ക്രിസ്തീയ ദേവാലയം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ദർശനം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നതുകൊണ്ട്. ഒരു ക്രിസ്തീയ ദേവാലയത്തിന് പ്രധാനമായി 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രാകാരം അഥവാ പൂമുഖം, 2 ഹൈക്കല എന്ന് പറയുന്ന വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം, 3 ഞാനിപ്പോൾ നിൽക്കുന്ന ശുശ്രൂഷക്കാർ നിൽക്കുന്ന കെസ്ത്രോമ എന്ന സ്ഥലം, 4 ഈ പടികൾക്കപ്പുറമായി തിരശ്ശീലയ്ക്ക് പിറകിലായി കാണുന്ന അതിവിശുദ്ധ സ്ഥലം മദ്ബഹോ എന്ന് പറയുന്ന സ്ഥലം. ഈ 4 ഭാഗങ്ങളാണ് ഒരു ക്രിസ്തീയ ദേവാലയത്തിന് ഉള്ളത്. ഈ 4 ഭാഗങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാകുന്നു. യെരുശലേം ദേവാലയത്തിന്റെ ഘടന അതേപോലെ നിലനിർത്തി. അവിടെ നടന്ന ആരാധനകൾക്ക് ക്രിസ്തു മാറ്റം വരുത്തിയത്, ആരാധനയിൽ മാറ്റം വരുത്തിയാണ് വിശുദ്ധ സഭ അഥവാ ദേവാലയത്തിൽ വിശുദ്ധ ആരാധന നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ ദേവാലയത്തിന് പ്രധാനമായി 4 ഭാഗങ്ങൾ. ഒന്ന് പ്രാകാരം അഥവാ പൂമുഖം എന്ന സ്ഥലം. ഇത് യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾ വന്ന് ആരാധന നടത്തുന്ന സ്ഥലമായിരുന്നു ഈ പൂമുഖം. അവിടെയാണ് നാണയങ്ങളുടെയും പ്രാവുകളുടെയും കച്ചവടം നടത്തിയത്. ജെറുസലേം ദേവാലയത്തിൽ നാണയം കച്ചവടം നടത്തിയതല്ല കർത്താവിന് പ്രശ്നമായിരുന്നത്. തള്ളപ്പെട്ടു വന്നിരുന്ന യഹൂദ സ്ത്രീകൾ, വിജാതീയ സ്ത്രീകൾ ആരാധനയ്ക്ക് നിന്ന സ്ഥലമായിരുന്നു എവിടെ? ഈ പൂമുഖം. കാരണം യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ സ്ത്രീകളെ അവർ അംഗീകരിക്കില്ല. ഓരോ യഹൂദനും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ സ്ത്രീകളാണ് കൂടുതലെങ്കിലും അത് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവർ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. രാവിലെ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഒരു സ്ത്രീയായും ഒരു മൃഗമായും മാറ്റാഞ്ഞതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വൈകുന്നേരത്ത് പ്രാർത്ഥിക്കും, ഈ കഴിഞ്ഞ പകലിൽ എന്നെ ഒരു സ്ത്രീയായും മൃഗമായും എന്നെ മാറ്റാഞ്ഞതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എന്നിട്ട് പോലും കർത്താവിന്റെ കൂടെ സ്ത്രീകളായിരുന്നു. എത്ര കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ വായിച്ചല്ലോ, പുരുഷന്മാരും കുഞ്ഞുങ്ങളും, സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ 4000 പുരുഷന്മാർ. അപ്പോ അതിന്റെ എത്ര ഇരട്ടി സ്ത്രീകൾ ഉണ്ടാകും? ഈ സ്ത്രീകൾ, തള്ളപ്പെട്ടു പോയ ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണ് യഹൂദ മതത്തിന്റെ കച്ചവടക്കാർ വന്ന് നാണയത്തിന്റെ കച്ചവടവും മൃഗങ്ങളുടെയും പ്രാവിന്റെയും ഒക്കെ കച്ചവടവും നടത്തിയത്. പാവപ്പെട്ട സ്ത്രീകളെ തള്ളിക്കളയുന്ന സ്ഥലത്ത് ഈ കച്ചവടം നടത്തിയതിനെ കണ്ടാണ് കർത്താവ് അവരെ പുറത്താക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഏറ്റവും പുറകിലുള്ള ഭാഗമാണ് പൂമുഖം എന്ന് പറയുന്നത്. അതിന്റെ മുമ്പിലാണ് യഹൂദ പുരുഷന്മാർ ആരാധിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ടാണ് വിശുദ്ധ സ്ഥലം എന്ന പേരിൽ ജെറുസലേം ദേവാലയത്തിൽ യാഗപീഠവും ധൂപപീഠവും ഉള്ളത്. എല്ലാ ദിവസവും പുരോഹിതന്മാർ വന്ന യാഗാർപ്പണവും
ധൂപാർപ്പണവും നടത്താനുള്ള സ്ഥലമായിരുന്നു ഈ വിശുദ്ധ സ്ഥലം. അതിന്റെ പിറകിലാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം കയറി ചെല്ലുന്ന അതിവിശുദ്ധ സ്ഥലം. ഇതായിരുന്നു യെരുശലേം ദേവാലയത്തിന്റെ ഘടന. ക്രിസ്തീയ ദേവാലയത്തിൽ എന്തു ചെയ്തു? ഈ ഘടന അതേപോലെ നിലനിർത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ദുരുപയോഗങ്ങൾക്ക് മാറ്റം വരുത്തി. പൂമുഖം അതേപോലെ നിലനിർത്തി. ഈ പൂമുഖത്തിന്റെ മുമ്പിൽ ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ എത്ര തിരശ്ശീല ഉണ്ടായിരുന്നു? നമുക്ക് ചിലപ്പോഴുണ്ടാകുന്ന ഒരു സംശയമാണ്, ക്രിസ്തുവിന്റെ മരണസമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല മുടി തൊട്ട് അടിയോളം ചിന്തിപ്പോയില്ലേ? പിന്നെ എന്തിനാണ് പള്ളിയിൽ തിരശ്ശീല? അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളെ അംഗീകരിക്കാത്തവരാണോ പൗരസ്ത്യ സഭക്കാർ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. നമുക്കത് പഠിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്, ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ എത്ര തിരശ്ശീല ഉണ്ടായിരുന്നു, അതിൽ എത്ര എണ്ണമാണ് കീറിപ്പോയത്, കീറാത്ത തിരശ്ശീല ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അത് നമുക്ക് പിന്നാലെ പരിശോധിക്കാവുന്നതാണ്. ഒന്ന്, പ്രാകാരം അഥവാ പൂമുഖം. ഇത് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾ വന്ന് ആരാധന നടത്തുന്ന സ്ഥലം. അത് കച്ചവടക്കാർ കൈയടക്കിയപ്പോഴാണ് ക്രിസ്തു അവരെ അവിടെ നിന്ന് പുറത്താക്കിയത്. അതിന്റെ മുമ്പിൽ ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് വരുവാൻ വിജാതിയർക്കോ സ്ത്രീകൾക്കോ സാധിക്കുകയില്ലായിരുന്നു. അതിന് മുമ്പിലാണ് യഹൂദ മതത്തിലെ പുരുഷന്മാർ ആരാധിക്കുന്ന ആരാധന സ്ഥലം. അത് കഴിഞ്ഞ് വിശുദ്ധ സ്ഥലം. അവിടെ യാഗപീഠവും ധൂപപീഠവും ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ദിവസവും പുരോഹിതൻ വന്ന് ദീപാർപ്പണവും ധൂപാർപ്പണവും യാഗാർപ്പണവും നടത്തി. അതിന്റെ പുറകിലാണ് അതിവിശുദ്ധ സ്ഥലം. അത് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ കയറുന്ന സ്ഥലം. ഇതേതു തരത്തിലാണ് ക്രിസ്തീയ സഭയിൽ മാറ്റമുണ്ടാക്കിയത്? നമുക്ക് വായിക്കാം വേദപുസ്തകത്തിൽ നിന്ന്. എബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ജെറുസലേം ദേവാലയത്തിന്റെ സ്ട്രക്ചർ ഏതു തരത്തിലാണ് ക്രിസ്തീയ ദേവാലയത്തിൽ മാറ്റം വരുത്തിയത്? ഒന്ന് വായിക്കാമോ? എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അതിന്റെ ആദ്യ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? നിലവിളക്ക് ഉണ്ടായിരുന്നു. ഈ നിലവിളക്ക്, അതിനെക്കുറിച്ച് വേദപുസ്തകം എന്തെങ്കിലും പറയുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ജെറുസലേം ദേവാലയത്തിൽ 3 അർപ്പണങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ദീപാർപ്പണം, 2 ധൂപാർപ്പണം, 3 യാഗാർപ്പണം. ഇത് 3ഉം ചെയ്യുന്നത് പുരോഹിതനാണ്. 1 ദീപാർപ്പണം, 2 ധൂപാർപ്പണം, 3 യാഗാർപ്പണം. ഇവിടെ പറയുന്നു ആദ്യ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? നിലവിളക്ക് ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. അപ്പോൾ കൃത്യമായി സമാഗമന കൂടാരത്തിൽ എന്തുണ്ടായിരുന്നു? നിലവിളക്ക്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ക്ലാസ് ആണെങ്കിലും എനിക്ക് ഈ ക്ലാസിന്റെ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ കുറെ കൂടെ അടുത്തേക്കായിരിക്കും. അവരുടെ മനസ്സും കണ്ണും നോക്കി ചിന്തയും നോക്കി പറയാനൊക്കും. ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാനത് ചോദിച്ചോട്ടെ, ഒരു ക്ലാസിന്റെ രൂപം തന്നെയാകുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷ്യകൂടാരം ഉണ്ടാക്കുന്നത് ഏതു മാതൃകയിലാകണമെന്ന? സ്വർഗത്തിലെ ദേവാലയത്തിന്റെ മാതൃകയിൽ. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു, സാക്ഷ്യകൂടാരത്തിൽ എന്തു വേണം? തങ്കം കൊണ്ട് ഒരു
നിലവിളക്ക് വേണം. എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദേവാലയത്തിൽ നിലവിളക്ക് ഉണ്ടോ? സ്വർഗത്തിലെ ദേവാലയത്തിൽ നിലവിളക്കുണ്ടെങ്കിൽ അതിന്റെ മാതൃകയിൽ എവിടെ നിലവിളക്ക് വേണം? സാക്ഷി കൂടാരത്തിൽ, അതിന്റെ പൂർണ്ണതയായ ജെറുസലേം ദേവാലയത്തിൽ, അതിന്റെ പൂർണ്ണതയായ ക്രിസ്തീയ ദേവാലയത്തിൽ. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിലവിളക്കുണ്ടോ? നമുക്കൊന്ന് നോക്കാം. സ്വർഗത്തിലെ ആരാധനയെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നു. അത് കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണല്ലോ. സ്വർഗത്തിൽ നിലവിളക്കുണ്ടോ? വെളിപാട് പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വെളിപാട് പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ സിംഹാസനം എന്നതിന് മലയാളത്തിൽ സിംഹാസനം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ത്രോൺ എന്ന് പറയും. അതിന്റെ ഗ്രീക്ക് മൂലമാണ് ത്രോണോസ് എന്നത്. നമ്മൾ വിശുദ്ധ ആരാധനയിൽ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ ത്രോണോസ്. ദാറ്റ് മീൻസ് ദൈവത്തിന്റെ സിംഹാസനം, ദൈവം ഉപവിഷ്ടനാകുന്ന സ്ഥലം, അതാണ് സിംഹാസനം അഥവാ ത്രോണോസ്. ഇതാ സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ മുമ്പിൽ 7 വിളക്കുകൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ആലയത്തിൽ നിലവിളക്കുണ്ട്. ഇവിടെ പൗലോസ്ലീഹ എബ്രായലേഖന കർത്താവ് പറയുന്നു, ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് എന്തുണ്ട്? നിലവിളക്കുണ്ട്. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? എബ്രായലേഖനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, എബ്രായലേഖനം 9-ാം അധ്യായം 1 മുതൽ, ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? കാഴ്ചയപ്പം ഉണ്ടായിരുന്നു. 7 വീതം 2 അടുക്കുകളായി കൊണ്ടുവന്നിരുന്ന കാഴ്ചയപ്പം. ഇത് ആദിമ സഭയിലും ഈ കാഴ്ചയപ്പം ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്നുമാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പം തയ്യാറാക്കിക്കൊണ്ടുവന്നിരുന്നത്. ഈ അപ്പം ദേവാലയത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യ ഭാഗത്തുള്ള ഒരു മേശപ്പുറത്ത് വെച്ചിരുന്നു. വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന അപ്പങ്ങളിൽ 1 എടുത്ത് അതാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. 13-ാം നൂറ്റാണ്ട് വരെ ആ പ്രൊസഷൻ അഥവാ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയമായപ്പോഴേക്കും വീടുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പതിവ് നിന്നുപോയി. അതെങ്ങനെ നിന്നുപോയി എന്നതിനെ കുറിച്ചല്ല ഇവിടെ ഞാൻ പറയുന്നത്. അത് നിന്നുപോയി. അതിന് പകരമായി ആളുകൾ നേർച്ചയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പം ഉണ്ടാക്കാനുള്ള പണം നേർച്ചയായി കൊടുത്തു. അതിന്റെ പേരാണ് കുർബാന പണം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടുന്ന സാമഗ്രികൾ ക്രമീകരിക്കുവാൻ വീടുകളിൽ നിന്ന് ക്രമീകരിച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് നിന്നുപോയപ്പോൾ അത് പള്ളിയിൽ നിന്ന് തന്നെ അത് ക്രമീകരിക്കുവാൻ ആളുകൾ കൊടുക്കുന്ന നേർച്ചയാണ് എന്ത്? കുർബാനപ്പണം. അങ്ങനെ ആ അപ്പം എടുക്കുവാൻ വേണ്ടി വന്നിരുന്ന പ്രൊസഷൻ അതാണ് പിന്നീട് ലോപിച്ച് വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ ത്രോണോസിന് ചുറ്റുമുള്ള പ്രൊസഷനായി അഥവാ പ്രദക്ഷിണമായി ക്രമീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ അപ്പം എടുത്തുകൊണ്ട് പോയി വിശുദ്ധ കുർബാന ചൊല്ലിയിരുന്നു. കുർബാനയെ കുറിച്ചുള്ള ചരിത്രപരമായ ആരംഭമോ അതിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചോ ഈ ക്ലാസ്സിൽ നമുക്ക് പൂർണ്ണമാക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ആ അപ്പം വെക്കുന്ന മേശ അവിടെ ചുമ്മാതെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പമില്ല, അതുകൊണ്ട് ഈ മേശ അവിടെ കിടക്കുന്നതിന് റെലവൻസ് ഇല്ല എന്നതുകൊണ്ട് 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട് മുതൽ പുറകിൽ കിടക്കുന്ന മേശ മുമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന നമസ്കാര മേശ. ഇത് കാഴ്ചയപ്പം വെച്ചിരുന്ന മേശയാണ്. എന്നാൽ കാഴ്ചയപ്പം ഇല്ലാതായി മാറിയപ്പോൾ മേശ കളയാൻ കഴിയില്ല, അത് മുൻപിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് നമസ്കാര മേശ. അപ്പോൾ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, ആദ്യ ഭാഗത്ത് നിലവിളക്കും കാഴ്ചയപ്പം വെക്കുന്ന മേശയും, പിന്നെ എന്താണ്? അതിന് വിശുദ്ധ സ്ഥലം എന്ന പേര്.
പ്രാകാരം പൂമുഖം കഴിഞ്ഞു. വിശുദ്ധ സ്ഥലം അഥവാ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം. ക്രിസ്തീയ ദേവാലയത്തിൽ നിലവിളക്ക് അതേ സ്ഥാനത്ത് തന്നെ വെച്ചു. കാരണം നിലവിളക്കിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകേണ്ട സാഹചര്യങ്ങളൊന്നും വന്നില്ല. എന്നാൽ കാഴ്ചയപ്പം വെക്കുന്ന മേശ അവിടെ നിന്ന് എങ്ങോട്ട് മാറി? മുമ്പിലോട്ട് കസ്ത്രോമായിലേക്ക് മാറി. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം, ഈ സ്ഥലത്തിന് ഹൈക്കലോ എന്ന് പേര് പറയും. ഹൈക്കലോ അതിന്റെ ഗ്രീക്ക് വാക്ക് അതിന്റെ ലത്തീൻ വാക്ക് നേവിസ് എന്നാണ്. നേവിസ് എന്ന വാക്കിന് ഷിപ്പ്, കപ്പൽ എന്നാണ് അർത്ഥം. വിശ്വാസികൾ നിൽക്കുന്നത് ഒരു കപ്പൽ ആകൃതിയിലുള്ള ഭാഗത്താണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കൂട്ടായ്മ നടക്കുകയാണ്. കൂട്ടമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഫെലോഷിപ്പ്, അതാണ് ഹൈക്കല എന്നുള്ളത്. ഫെലോഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ഫെലോസ് who are working in a ship, 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 that is fellowship. ഒരു കപ്പലിൽ ആളുകൾ പ്രവർത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫെലോഷിപ്പ്. കപ്പലിൽ ക്യാപ്റ്റൻ മുതൽ ഡെക്ക് ബോയ് വരെയുള്ള ആളുകളുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ ഉദ്ദേശമേ ഉള്ളൂ. ഏതെങ്കിലും പോർട്ടിൽ നിന്ന് ഈ കപ്പൽ വിട്ടാൽ ഏതെങ്കിലും പോർട്ടിൽ ഈ കപ്പൽ അടുക്കണം. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നതാണ് എന്ത്? ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്നുള്ളത്. സോ ഫെലോഷിപ്പ് ഈസ് ഫെലോസ് ഹു ആർ വർക്കിംഗ് ഇൻ എ ഷിപ്പ്. ഇതാണ് ഹൈക്കലോ എന്നത്. വീണ്ടും എബ്രായ ലേഖന കർത്താവ് പറയുന്നു, വിശുദ്ധ സ്ഥലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ് ഒന്ന് വായിച്ചു നോക്കിയേ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ. ഒന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു രണ്ടാം തിരശ്ശീലയ്ക്ക് പിമ്പിൽ. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടാം തിരശ്ശീല എന്ന് പറയുമ്പോൾ മൂന്നാമത് ഒരു തിരശ്ശീല ഉണ്ട് എന്ന അർത്ഥത്തിലാണോ, അതോ ഒന്നാമതായി ഒരു തിരശ്ശീലയുണ്ട് എന്ന അർത്ഥത്തിലാണ്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? രണ്ടാം തിരശ്ശീലയ്ക്ക് പിമ്പിൽ എന്ന് പറയുമ്പോൾ മൂന്നാമതായി ഒരു തിരശ്ശീല ഉണ്ടെന്നാണോ, അതോ അതിനു മുമ്പ് ഒരു തിരശ്ശീല ഉണ്ടെന്നാണോ? അതിനു മുമ്പ് ഒരു തിരശ്ശീലയുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ ഭാഗവും കൂടെ. അത് ദൈവം കൽപ്പിച്ച തിരശ്ശീലയാണോ അതോ വെറുതെ ഇട്ടിരുന്നതാണോ എന്ന് പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് അവിടെ കാണുന്നത്? പുറപ്പാട് 26-33 മുതലുള്ള ഭാഗങ്ങളിൽ കാണുന്നത്, കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരികയാണ് വിശുദ്ധ സ്ഥലം ഏതാണെന്നും അതിവിശുദ്ധ സ്ഥലം ഏതാണെന്നും. നമ്മൾ നിൽക്കുന്നത് വിശുദ്ധ സ്ഥലം, മത്ബഹ അതെന്താണ്? അതിവിശുദ്ധ സ്ഥലം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത് ആയിരിക്കണം. ഇനി എന്താണ്? അതുകൊണ്ട് തീർന്നു. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ കൃപാസനം വെക്കണം. തിരശ്ശീലയുടെ പുറമെ മേശയും മേശയ്ക്ക് എതിരെ തിരുനിവാസത്തിന്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ഈ പറയുന്നതൊക്കെ അതുപോലെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. മേശ വടക്കു ഭാഗത്ത് വെക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിൽക്കൽ ഉണ്ടാക്കണം. അപ്പോൾ എത്ര മറ ഉണ്ടാക്കണം? ഒന്ന്, കൂടാരത്തിന്റെ വാതിൽക്കൽ ഒരു മറ. രണ്ട്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർതിരിക്കുന്ന മറ്റൊരു തിരശ്ശീല. അപ്പോൾ ഒന്നിൽ കൂടുതൽ തിരശ്ശീലകൾ എവിടെ ഉണ്ടായിരുന്നു
യെരൂശലേം ദേവാലയത്തിൽ. ഒന്ന്, പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും, അതായത് കൂടാരത്തിന്റെ വാതുക്കൽ. എവിടെയാണ് വാതുക്കൽ? പ്രാകാരം പൂമുഖം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലത്തിന്റെ ഇടയിലുള്ള സ്ഥലമാണ് വാതിൽ. അവിടെ എന്ത് വേണം? ഒരു മറ വേണം. രണ്ടാമത്തെ മറ എവിടെയാണ്? വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ എന്ത് വേണം? ഒരു തിരശ്ശീല വേണം. ഇത് എബ്രായ ലേഖനത്തിലും അത് കൃത്യമായി പ്രൂവ് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് പറയുന്നു, രണ്ടാം തിരശ്ശീലയ്ക്ക് പിമ്പിൽ. എന്റെ ചോദ്യം ഇതാണ്, ഉത്തരം തന്നേ തരൂ. യേശു ക്രിസ്തുവിന്റെ മരണസമയത്ത് എത്ര തിരശ്ശീല കീറിപ്പോയിരുന്നു? രണ്ടും കീറിയോ അതോ ഒന്നേ കീറിയുള്ളോ? നമുക്കത് പഠിച്ചു തരും. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കൊണ്ട് വേദപുസ്തകത്തിന്റെ സത്യങ്ങളോ പരിശുദ്ധ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളോ മാറുന്നില്ല. ക്രിസ്തുവിന്റെ സമയത്ത് എത്ര തിരശ്ശീല കീറി? തിരശ്ശീലകൾ കീറിയോ തിരശ്ശീല കീറിയോ? രണ്ട്, ദാറ്റ് ഈസ് പ്ലൂറൽ, ബഹുവചനമാണ്, തിരശ്ശീലകളാണ്. ഒന്നാണെങ്കിൽ തിരശ്ശീല എന്ന് പറയണം. ക്രിസ്തുവിന്റെ മരണസമയത്ത് തിരശ്ശീലകൾ കീറിയെങ്കിൽ ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. യെരൂശലേം ദേവാലയത്തിലെ എല്ലാ മറയും കീറിപ്പോയി. നമ്മൾ ദേവാലയത്തിൽ മറ ഉപയോഗിച്ചാൽ അത് വേദവിപരീതമാണ്, വേദപുസ്തകത്തിനെതിരാണ്, അതാരുപയോഗിച്ചാലും. എന്നാൽ യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മാത്രമേ കീറിയുള്ളൂ എങ്കിൽ ഒന്നു മാത്രമേ കീറിയിട്ടുള്ളൂ, മറ്റൊന്ന് അവിടെയുണ്ട്. ഇതെവിടെ നിന്ന് നമുക്ക് ഈ സത്യം അറിയുന്നത്? നമുക്ക് പോകാം. ക്രിസ്തുവിന്റെ മരണസമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് വേദപുസ്തകം തന്നെ പറയുന്നുവല്ലോ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27-ാം അധ്യായം 50-ാമത്തെ വാക്യം മുതൽ കൃത്യമായി അവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തുവിന്റെ മരണസമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് അവിടെ പറയുന്നുവല്ലോ. വിശുദ്ധ മത്തായി 27-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് നാം കാണുന്നത്? 51-ാമത്തെ വാക്യം, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല, ഒന്നിൽ കൂടുതൽ തിരശ്ശീലകൾ ദേവാലയത്തിലുണ്ട് എന്നത് പുറപ്പാട് പുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹായും പറയുന്നു, രണ്ടാം തിരശ്ശീലയ്ക്ക് പിമ്പിൽ, ദാറ്റ് മീൻസ് അതിനു മുമ്പ് ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. കീറിയത് രണ്ടാമത്തെ തിരശ്ശീലയല്ല, പിന്നെ ഏതാണ്? പൂമുഖത്തിന്റെ വെളിയിൽ നിന്നിരുന്ന യഹൂദ മതത്തിലെ സ്ത്രീകളും വിജാതീയരും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്നിരുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തോടെ അത് മാറിപ്പോയി. എബ്രായ ലേഖനം 10-ാം അധ്യായം 20-21 വാക്യങ്ങൾ, ഏതു തിരശ്ശീലയാണ് കീറിയത് എന്ന് വേദപുസ്തകം കൃത്യമായി പറയുന്നു. സ്നേഹിതരെ, പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരെല്ലാവരും ആരാധന ക്രമീകരിക്കുമ്പോൾ അവർ വേദപുസ്തകം അവരവർക്ക് വേണ്ടി വായിച്ചവരല്ല. വേദപുസ്തകം സമഗ്രമായി വായിച്ച് ധ്യാനിച്ചാണ് ആരാധനക്രമം ഉണ്ടാക്കുന്നത്. അവരവർക്ക് വേണ്ടി വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പഠിക്കാൻ ആഗ്രഹമില്ലാത്തൊരു കുഞ്ഞ്, ആ കൊച്ചനോട് നമ്മൾ പറയുക പഠിക്കടാ എന്ന് പറഞ്ഞാൽ അവൻ വേദപുസ്തകത്തിലെ വാക്യം കാണിച്ചു തരും, അധികം പഠിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന്. ആ വാക്യം ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം പിള്ളേർ കൂടുതലുണ്ട്. അവർ മറ്റൊന്നും കേട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇത് കേട്ടാൽ പിന്നെ ഗുണത്തിന് പകരം ഒരു ട്രിപ്പിൾ ഇഫക്റ്റ് ആയിട്ട് ദോഷമായി മാറും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനോട് അപ്പനും അമ്മയും പറയുക, നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം, നല്ല രാത്രിയായിട്ട് നീ ഉറങ്ങാൻ പോയാൽ മതി, നീ TV കാണണ്ട. ഉടനെ അവന് പറയാൻ ബദലായി ഒരു വാക്യം കാണും, നീ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടക്കാൻ പോകുന്നതും വ്യർത്ഥമത്രേ, തന്റെ പ്രിയനോ അവനത്
ഉറക്കത്തിൽ കൊടുക്കും. അമ്മ ഞാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറക്കത്തിൽ കിട്ടും എന്ന് പറയാനുള്ള ബദൽ മാർഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്നിൽ കൂടുതൽ ഭാര്യമാരോട് ജീവിക്കുന്ന ഒരാൾക്ക് അത് വ്യാഖ്യാനിക്കാൻ അബ്രഹാമില്ലേ? മദ്യപിക്കുന്ന ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ തീമോത്തിയോസിനോട് പൗലോസ്ലീഹ പറഞ്ഞ വയറ്റുവേദനയ്ക്കുള്ള വീഞ്ഞില്ലേ? അതുകൊണ്ട് വേദപുസ്തകം അവനവന് വേണ്ടി വ്യാഖ്യാനിക്കാനുള്ളതല്ല. നമ്മുടെ പിതാക്കന്മാരാരും പരിശുദ്ധനായ പരിമല തിരുമേനി അദ്ദേഹത്തിന് വേണ്ടിയല്ല തിരുവചനത്തെ വ്യാഖ്യാനിച്ചത്. തിരുവചനത്തിന്റെ സമഗ്രമായ അർത്ഥം എന്തെന്ന്, അതേ പ്രിയപ്പെട്ടവരെ, ഏതു തിരശ്ശീലയാണ് കീറിയത് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി. പാട്ടിലൊക്കെ പാടും, തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ഇതാണ് കീറിയത്. അതിനു പുറകിൽ വിജാതിയർ നിൽക്കുകയാണ്, അതിനു പുറകിൽ യഹൂദ സ്ത്രീകൾ നിൽക്കുകയാണ്. അവർക്ക് പ്രവേശനമില്ലായിരുന്നു. തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി അവിടെ മോക്ഷമാർഗം തുറന്നു. ഇതാണ് കീറിയ തിരശ്ശീല. വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിലുള്ള തിരശ്ശീലയല്ല, പ്രത്യുത കൂടാരത്തിന്റെ വാതുക്കലുള്ള തിരശ്ശീലയാണ് കീറിയത്. അതാണ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, 2-ാം അധ്യായം 14-ാമത്തെ വാക്യം, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കീറാത്ത ഒരു തിരശ്ശീല എവിടെയുണ്ട്? യെരുസലേം ദേവാലയത്തിലുണ്ട്. യെരുസലേം ദേവാലയത്തിന്റെ മാതൃകയിൽ ആണ്, പാറ്റേണിലാണ് നമ്മൾ ദേവാലയം നിർമ്മിക്കുന്നത് എങ്കിൽ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ മുകൾ തൊട്ട് അടിയോളം നീണ്ടുകിടക്കുന്ന ഒരു തിരശ്ശീല അനിവാര്യമാണ്. ആ തിരശ്ശീലയുടെ കാര്യം അത് ഐക്കണോസ്റ്റാസിസ് ആണോ, അതിന്റെ ഉപയോഗം എന്താ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആരാധനയുടെ 2-ാമത്തെ നിയമം, there should be a proper place. അത് ഏതുപോലെയാകണം? സ്വർഗത്തിലെ ആരാധന സ്ഥലം പോലെ നാം അത് പ്രൂവ് ചെയ്തു. രണ്ടാമതായി എ പ്രോപ്പർ പാറ്റേൺ, കൃത്യമായ ഒരു ഘടന ഉണ്ടാകണം. അപ്പോൾ ഇനിയും പൗലോസ്ലീഹായിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്? 2-ാം തിരശ്ശീലയ്ക്ക് പിമ്പിൽ എന്തുണ്ട്? 2-ാം തിരശ്ശീലയ്ക്ക് പിമ്പിലോ അതിവിശുദ്ധം എന്ന ഒരു കൂടാരം ഉണ്ടായിരുന്നു. ദ ഹോളി ഓഫ് ഹോളീസ്. ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ ചെന്ന് ബലിയർപ്പിക്കുന്ന അതിവിശുദ്ധ സ്ഥലം. വിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു അത് മാറ്റി. തന്റെ ജീവിതമാകുന്ന, തന്റെ മരണമാകുന്ന യാഗം മൂലം ആണ്ടിലൊരിക്കൽ ചെയ്തിരുന്ന പ്രവർത്തനം ക്രിസ്തു മാറ്റി. എന്നിട്ട് പൗലോസ്ലീഹായോട് പറഞ്ഞു, എഴുതി വെക്കാൻ പറഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ എഴുതി 1-ാം കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിലൂടെ അദ്ദേഹം എഴുതി, ഈ അപ്പം തിന്നുമ്പോൾ ഈ രക്തം കുടിക്കുമ്പോൾ നിങ്ങൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നമുക്കതവിടെ നിൽക്കാം. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനം അത് പിന്നീട് നമുക്ക് നടത്താം. ഈ അപ്പം കഴിക്കുമ്പോൾ ഈ രക്തം കുടിക്കുമ്പോൾ നിങ്ങൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ ആണ്ടിലൊരിക്കൽ ചെന്ന് മഹാപുരോഹിതൻ അർപ്പിച്ച ബലി അത് ഏതു സമയവും ഏതു ദിവസവും അർപ്പിക്കാവുന്ന ബലിയായി ക്രിസ്തു രൂപാന്തരപ്പെടുത്തി. എക്സെപ്റ്റ് വലിയ നോമ്പിലെ 50 ദിവസങ്ങൾ ഒഴികെ ഏതു ദിവസവും അർപ്പിക്കാവുന്ന തിരുബലിയായി ക്രിസ്തു അതിനെ മാറ്റി. അപ്പോൾ 2-ാം തിരശ്ശീലയ്ക്ക് പിമ്പിൽ എന്തുണ്ട്? അതിവിശുദ്ധം എന്നൊരു കൂടാരമുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് അതിലേക്ക് കൂടെ പോകാം. അതിവിശുദ്ധം എന്നൊരു കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം. ഒന്നാമതായിട്ട് ഈ തിരശ്ശീലയ്ക്ക് പിറകിലുണ്ടായിരുന്നതാണ് പൊന്നുകൊണ്ടുള്ള ധൂപകലശം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ധൂപം വയ്ക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദ റിലവൻസ് ഓഫ് സെൻസിങ്? എന്തിനാണ് ധൂപം വയ്ക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ധൂപം കുറ്റിയുടെ ധൂപാർപ്പണത്തിന്റെ പഴയ നിയമവാക്യം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ പറഞ്ഞല്ലോ 3 അർപ്പണങ്ങൾ. 1 ദീപാർപ്പണം, 2 ധൂപാർപ്പണം,
3 യാഗാർപ്പണം. ഇതിന് മൂന്നിനും വേണ്ടുന്നതായ കാര്യങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ദീപാർപ്പണത്തിന് വേണ്ടി 7 തിരിയിട്ട നിലവിളക്കുണ്ടായിരുന്നു. അത് ദേവാലയത്തിലും ഉണ്ടാകണം. ഉണ്ടാകേണ്ട സ്ഥലം എവിടെയാണ്, അതിന്റെ പ്ലേസ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് പറയുന്നു, വിശുദ്ധതയുടെ വിശുദ്ധ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ധൂപക്കുറ്റി ഉണ്ടായിരുന്നു, ധൂപാർപ്പണം ഉണ്ടായിരുന്നു. ഈ ധൂപാർപ്പണം സ്വർഗത്തിലെ ആലയത്തിലുണ്ടോ? നമുക്ക് അങ്ങനെയാണല്ലോ പഠിക്കേണ്ടുന്നത്. ഇത് സ്വർഗത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ പള്ളിയിലും ഉണ്ടാകണം. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടുവരുന്ന നമ്മുടെ മെത്തഡോളജി അതാണല്ലോ. ഇത് സ്വർഗത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് അത് പള്ളിയിലും ഉണ്ടാകണം. സ്വർഗത്തിൽ ഈ ധൂപാർപ്പണവും ധൂപക്കുറ്റിയും ഉണ്ടോ? വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. 5-ാം അധ്യായം 8-ാം വാക്യവും അതിനോട് ചേർന്ന് 8-ാം അധ്യായം 3-ാമത്തെ വാക്യവും. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യവും അതിനോട് ചേർന്ന് 8-ാം അധ്യായം 3-ാമത്തെ വാക്യവും. 5-ന്റെ-8 പറയുന്നത്, 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ വീണു. 24 മൂപ്പന്മാർ പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാർ, പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാർ പോട്ടെ. അതിനാണ് 144,000 എന്ന സംഖ്യയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. വെളിപാട് 14-1 പറയുന്നു, നെറ്റിയിൽ മുദ്രയേറ്റ 144,000 പേർ. ആരാണ് ഈ 144,000 പേര്? അടുത്ത കാലത്തായിട്ട് TV-യിൽ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൽ പറഞ്ഞ ദേവദാസൻ പറയുന്നത് അവരുടെ സഭയിലെ അംഗങ്ങളാണെന്ന്. കാരണം ഇപ്പം 144,000 പേരുണ്ടെന്ന്. എന്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വാഭാവിക സംശയമാണ്. അപ്പൊ ഒരാൾക്ക് കൊച്ചുണ്ടായാലോ? 144,001 അവരുടെ സഭയല്ലേ? ഒരാൾ മരിച്ചു പോയാൽ, ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ എന്താ ഈ 144,000 എന്ന് പറയുന്നേ? That is a symbolic digit. 12 into 12 into 1000, that is 144,000. 12 ഗുണം 12 ഗുണം 1000. ഗ്രീക്ക് മിഥോളജിയിൽ 1000 എന്നാൽ ഇന്യൂമറബിൾ നമ്പർ, എണ്ണാൻ കഴിയാത്ത സംഖ്യ. അത് തന്നെ മലയാളത്തിലേക്ക് ആ ആശയം തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 4, 3, 7 പേരുടെ ജാഥ നടക്കുമ്പോഴും പൈലറ്റ് വാഹനം വിളിച്ചു പറയുന്നത് എന്താ? ഇതാ ഈ വാഹനത്തിന്റെ പുറകിൽ 1000 കണക്കിന് ആളുകൾ. ഈ 1000 കണക്കെന്ന് വെച്ചാൽ എന്താ? എണ്ണാമെങ്കിൽ എണ്ണിക്കും. 4, 3, 7 പേരെ കാണത്തുള്ളൂ. എണ്ണാൻ കഴിയ അൺകൗണ്ടബിൾ നമ്പർ. അതിന്റെ സിംബോളിക് ടേമാണ്, നമ്പറാണ് 1000. 12 into 12 into 1000, 144,000. അതാണ് 144,000. പഴയ നിയമസഭ, പുതിയ നിയമസഭ into 1000. ഇതുകൊണ്ടാണ് 144,000 എന്ന വാക്ക്, എന്ന സംഖ്യ, എന്ന ഡിജിറ്റ് പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. അത് നമ്മൾ പഠിക്കുവാൻ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അവിടെ ധൂപക്കുറ്റിയെ കുറിച്ച് പറയുന്നത് വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇവിടെ നാം കണ്ടു, പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരും ചേർന്ന 24 മൂപ്പന്മാർ കയ്യിൽ ധൂപക്കുറ്റിയുമേന്തി സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന്, ഇൻ ഫ്രണ്ട് ഓഫ് ദി ത്രോണോസ്. സിംഹാസനം ഞാൻ പറഞ്ഞു, അതിന്റെ ഗ്രീക്ക് പദമാണ് എന്ത്? ത്രോണോസ്. അതിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ്, ആ ധൂപക്കുറ്റിയിൽ ഉള്ള ധൂപവർഗം ഏതാണ്? നമ്മൾ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം സ്വർഗത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ പറയുന്നു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിന്റെ അരികെ നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് കൂടെ ചേർക്കേണ്ടുന്നതിന് വളരെ ധൂപവർഗം അവന്റെ കയ്യിൽ കൊടുത്തു. ധൂപവർഗത്തിലെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നദ്ധിയിലേക്ക് കയറി. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ! നമ്മുടെയൊക്കെ പിതാക്കന്മാർ ധൂപാർപ്പണം നടത്തുമ്പോൾ
ധൂപം അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ ചെയ്തിരുന്ന ഒരു ജസ്റ്റർ, ഒരു ആംഗ്യമായിരുന്നു. ഇരുകരങ്ങളും ആ ധൂപത്തിന്റെ നേരെ പിടിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ സ്വന്തം മുഖത്തേക്ക്, ശരീരത്തിലേക്ക് അത് അടുപ്പിക്കും. ഇന്ന് ആ ആംഗ്യമൊന്നുമില്ല. ഇന്നത്തെ ആംഗ്യമൊക്കെ പുറത്താക്കുന്നതും സിന്താവ വിളിക്കുന്നതും ഒക്കെയുള്ള ആംഗ്യങ്ങളൊക്കെയാണ് പള്ളിക്കകത്ത്. കൈ ചൂണ്ടി സംസാരിക്കുന്നതും വേണ്ടാത്ത വർത്തമാനം പറയുന്നതും ഒക്കെയുള്ള ആംഗ്യങ്ങളാണ് ഇന്ന് പള്ളിക്കകത്ത് കൂടുതലൊക്കെ കാണുന്നത്. കാരണം ആരാധനയേക്കാൾ കൂടുതൽ ഭരണഘടനയ്ക്ക് വ്യവസ്ഥാപിതം വന്നു കഴിഞ്ഞപ്പോൾ ആരാധനയുടെ ജസ്റ്ററുകൾ മാറി മനുഷ്യ ഇടപെടലുകളുടെ അഹങ്കാരത്തിന്റെ ജസ്റ്ററുകൾ പള്ളിക്കകത്തുണ്ടായിരിക്കുന്നു. പോട്ടെ, അതും പറയാനല്ല എന്റെ നിൽപ്പ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈ മലർത്തിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾ മനസ്സിൽ ഒന്ന് ധ്യാനിച്ച് തമ്പുരാനോട് പറയുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു സഭയും സമൂഹവും. ഇപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന തന്നെ ആര് പ്രാർത്ഥിക്കുന്നു? അച്ഛനും കോയറും ഒക്കെ നടത്തിക്കോണം. പ്രത്യേകിച്ച് മൈക്കിന്റെ ഒക്കെ ശബ്ദവും കൂടി വരുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ അറിയത്തുമില്ല. ഇത് കേട്ട് ഇങ്ങനെ നിന്നാ മതി, ലയിച്ച് നിന്നാ മതിയല്ലോ, പ്രാർത്ഥിക്കണമെന്നില്ലല്ലോ. പോട്ടെ, ധൂപാർപ്പണം നടത്തുന്നത് എന്തിനാണെന്നാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം മാലാഖയുടെ കയ്യിൽ കൊടുത്തു. മാലാഖ ആ ധൂപവർഗം ദൈവസന്നദ്ധിയിൽ അണച്ചു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി എന്റെ പ്രാർത്ഥന എങ്ങോട്ട് കയറി? ദൈവസന്നദ്ധിയിലേക്ക്. സോ വാട്ട് ഈസ് ഇൻസെൻസ്? വാട്ട് ഈസ് സെൻസിങ്? എന്താണ് ധൂപവർഗം അഥവാ ധൂപാർപ്പണം എന്ന് വെച്ചാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി എന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വെഹിക്കിളാണ് എന്ത്? ധൂപം. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വെഹിക്കിൾ. ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ 8:3. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി എന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോകുകയാണ്. അതിനാ നമ്മൾ പാടുന്നത്. പാടുമ്പോൾ പാട്ടിന്റെ അർത്ഥം അറിയില്ലെങ്കിലും പാടുന്നത് അതിനാണ്. ദൈവപ്രസവിത്രീ കന്യകമറിയാമേ ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം. അമ്മേ, അമ്മയുടെ പ്രാർത്ഥനയോടുകൂടി എന്റെ പ്രാർത്ഥന ഓയാറിലേക്ക്, ഉയരങ്ങളിലേക്ക് ഉയരുന്നു. ഇതാണ് ആ ധൂപാർപ്പണത്തിന്റെ അർത്ഥം. അപ്പോൾ രണ്ടാം തിരശ്ശീലയ്ക്ക് മുമ്പിൽ അതിവിശുദ്ധം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എന്തുണ്ട്? അവിടെ ധൂപാർപ്പണം നടത്താനുള്ള ധൂപക്കുറ്റിയുണ്ട്. അത് വേദപുസ്തകപരമായി ശരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞുവല്ലോ. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിലും വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും കൂടെ. ഇനിയും എന്താണ് ഉള്ളത്? സ്വർണം കൊണ്ടുള്ള, പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവൻ പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും. അതാണ് ബലിപീഠം. ബലി അർപ്പിക്കുവാനുള്ള സ്ഥലം ത്രോണോസ്. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും. ദൈവമിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിലെ ഭൂമിയിലെ പകർപ്പും പതിപ്പും നിഴലും ആണ് ഭൂമിയിലെ ത്രോണോസ്. അവിടെ ദൈവം ഇറങ്ങി വരും. പഴയ നിയമത്തിലെ സാക്ഷ്യപ്പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒന്നാമതായി മന്ന ഇട്ടുവെച്ച പൊൻപാത്രങ്ങൾ ഉണ്ടായിരുന്നു. മന്ന ഇട്ടുവെച്ച പൊൻപാത്രങ്ങൾ. പഴയ നിയമത്തിൽ മോശയ്ക്ക് ഇസ്രായേൽ മക്കളുമായി വഴി നടക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത അത്ഭുതത്തിന്റെ ഭക്ഷണമായിരുന്നു എന്ത്? മന്നായും കടപക്ഷിയും. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു മന്നായിക്ക് ഒരു ഷിഫ്റ്റ് വരുത്തി, ഒരു മാറ്റം വരുത്തി. എന്തു മാറ്റമാണ് ക്രിസ്തു വരുത്തിയത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49-ാമത്തെ വാക്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. യെരുശലേം ദേവാലയത്തിന്റെ സ്ട്രക്ചർ അതുപോലെ നിലനിർത്തി മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിയാണ് ക്രിസ്തീയ ദേവാലയം രൂപപ്പെടുത്തിയത്. അതിൽ മാറ്റേണ്ടാത്തത് അതേപോലെ നിലനിർത്തി. മാറ്റിയതിനെ കുറിച്ച് കൂടെ നാം പറയുന്നു. സാക്ഷ്യപ്പെട്ടകത്തിൽ ഉണ്ടായിരുന്നതാണ് എന്ത്? മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. നമുക്കത് അറിയാം. എന്താണ് മന്ന? കൊത്തമ്പാലരി പോലെയുള്ള ഭക്ഷ്യവസ്തു. ഇസ്രായേൽക്കാര് പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത മന്ന. എന്നാൽ
മന്നായിൽ എന്തു മാറ്റമാണ് ക്രിസ്തു വരുത്തിയത്? യോഹന്നാൻ 6:49. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടുന്നതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്ന ജീവനുള്ള അപ്പം ഞാൻ ആകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. മന്ന ഒരു ഭക്ഷ്യവസ്തുവായിരുന്നുവെങ്കിലും അത് ഇമ്മോർട്ടാലിറ്റി കൊടുത്തില്ല, നിത്യജീവൻ കൊടുത്തില്ല. നമ്മുടെ ചിന്തകൾ ചുരുക്കുവാനുള്ള സമയമാകുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. പഴയ നിയമത്തിൽ മന്ന ഒരു ആത്മീക ഭക്ഷണമായിരുന്നുവെങ്കിലും എന്തു കൊടുത്തില്ല? നിത്യജീവൻ കൊടുത്തില്ല. മന്ന കഴിച്ചവർക്ക് എന്തുണ്ടായി? മരണമുണ്ടായി. They were mortals. പക്ഷെ ക്രിസ്തു പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യത്തില്ല? മരിക്കില്ല. അങ്ങനെ സാക്ഷ്യപ്പെട്ടകത്തിൽ മന്നായിട്ട് വെച്ച പൊൻപാത്രമാണെങ്കിൽ ക്രിസ്തീയ ദേവാലയത്തിന്റെ സാക്ഷ്യപ്പെട്ടകമായ ത്രോണോസിൽ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഇട്ടുവെക്കുന്ന പാത്രങ്ങളായ കാസായും പീലാസായും. നമുക്കിനി തുടർന്ന് വായിക്കാം. 9-ാം അധ്യായത്തിൽ മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹറോന്റെ തളിർത്ത വടിയും. പഴയ നിയമത്തിലെ ജീവന്റെ പ്രതീകമായിരുന്നു എന്ത്? അഹറോന്റെ തളിർത്ത വടി. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദ ബഡഡ് റോഡ് ഓഫ് എയറൻ. അഹറോന്റെ തളിർത്ത വടി എങ്ങനെയാണ് ഉണ്ടായത്? ജീവന്റെ പ്രതീകമാണ് എന്ത്? അഹറോന്റെ തളിർത്ത വടി. പുതിയ നിയമത്തിൽ അതെന്തായി? കർത്താവിന്റെ കുരിശായി. അഹറോന്റെ തളിർത്ത വടിക്ക് പകരമായി ക്രിസ്തുവിന്റെ കുരിശ്. വായിക്കുവാൻ സമയമില്ല. കുരിശിനെ കുറിച്ചുള്ള പുതിയ നിയമ ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നതും അത് വീട്ടിൽ ചെന്ന് ഒന്ന് വായിക്കുന്നതും നല്ലതായിരിക്കും. ഗലാത്യർ 6:14, ഫിലിപ്പിയർ 3:18 മുതൽ 20 വരെ. ഗലാത്യർ 6:14, ഫിലിപ്പിയർ 3:18 മുതൽ 20 വരെ. 1 കൊരിന്ത്യർ 1:17-18, 1 കൊരിന്ത്യർ 2:2, എഫെസ്യ ലേഖനം. കുരിശിനെ കുറിച്ചുള്ള പുതിയ നിയമ ഭാഗങ്ങളാണ്. ചിലർ ചോദിക്കും, ക്രിസ്തു കട്ടിലിൽ മരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ കഴുത്തിൽ കട്ടിലിടുമോ? നിർഭാഗ്യവശാൽ ക്രിസ്തു കട്ടിലിൽ മരിച്ചില്ലല്ലോ, ഭാഗ്യവശാൽ കുരിശിലാണല്ലോ മരിച്ചത്. അതിന് അർത്ഥങ്ങളുണ്ട്. എന്തുകൊണ്ട് കുരിശിൽ മരിച്ചു എന്നതിന്, കുരിശിന്റെ പ്രത്യേകത എന്ത് എന്നതിന് അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകേണ്ട. അപ്പോൾ പഴയ നിയമത്തിലെ ജീവന്റെ പ്രതീകമാണ് അഹറോന്റെ തളിർത്ത വടിയെങ്കിൽ പുതിയ നിയമത്തിൽ അതെന്താണ്? കുരിശാണ്. ഇനിയും അടുത്തതായിട്ട് പൗലോസ്ലീഹ പറയുന്നത് നിയമത്തിന്റെ കൽപ്പലകകൾ. ഇസ്രായേൽക്കാർക്ക് വേണ്ടി ദൈവം തന്റെ കൈകൊണ്ടെഴുതിയ 2 കൽപ്പലകകളിൽ എഴുതിയ 10 കൽപ്പനകൾ, ദ 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകൾ. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിന് അത് ആധാരമാണെങ്കിൽ ക്രിസ്തു ആ 10 കൽപ്പനകളെ 2ആയിട്ട് ചുരുക്കി. എങ്ങനെയാക്കി? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും സേവിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകൾ 4 സുവിശേഷങ്ങളിൽ എഴുതി. 10 കൽപ്പനകൾ ഉള്ള 2 കൽപ്പലകകൾ സാക്ഷ്യകൂടാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമസഭയിൽ ഈ 10 കൽപ്പനകൾ പൂർണ്ണമാക്കിയ 2 കൽപ്പനകൾ 4 സുവിശേഷങ്ങളിൽ എഴുതിയ ഏവൻഗേലിയോൻ എവിടെയുണ്ട്? ത്രോണോസിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്?
അഹ്റോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകൾ. ദ ചെറുബിംസ് ഓഫ് ഗ്ലോറി. വിശുദ്ധതയുടെ വിശുദ്ധ സ്ഥലത്ത് പറന്നു നിന്ന് ഇരു ചിറക് കൊണ്ട് മുഖം മറച്ച് ഇരു ചിറക് കൊണ്ട് കാലുമറച്ച് ദൈവം പരിശുദ്ധൻ 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 എന്ന് വിളിക്കുന്ന മാലാഖമാർ. ദ ചെറുബിംസ് ഓഫ് ഗ്ലോറി. ദൈവ തേജസ്സിന്റെ പ്രതീകമായ കൃപാസനത്തെ മൂടുന്നവരായ കെരൂബുകൾ അത് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അതും നമ്മുടെ ദേവാലയത്തിൽ. തൊട്ടുതാഴെ പൗലോസ്ലീഹ പറയുകയും ഇത് ഓരോന്നായി വിശദീകരിക്കുവാൻ എനിക്ക് കഴിവില്ല. കാരണം ഇറ്റ്സ് എ മിസ്റ്ററി. ഇത് ദൈവം കൊടുത്തതാണ്. നമ്മുടെ ക്ലാസ് നമുക്ക് ഇന്നത്തെ ഇവിടെ ചുരുക്കാം. നാം പറഞ്ഞു വന്നത് ആരാധനയുടെ 3 ചട്ടങ്ങളെ കുറിച്ചാണ്. ഒന്ന്, പ്രോപ്പർ പ്ലേസ്. സ്വർഗത്തിൽ ആരാധന ആലയമുണ്ട്. ആ ആരാധനാലയത്തിന്റെ മാതൃകയിലാണ് ക്രിസ്തീയ ദേവാലയം പണിയേണ്ടുന്നത്. 2, പ്രോപ്പർ പാറ്റേൺ. അവരവർക്കിഷ്ടമുള്ള പാറ്റേണിലല്ല ദേവാലയത്തിന്റെ ഘടന, ദൈവം കൽപ്പിച്ചിരിക്കുന്ന അനുഭവത്തിൽ, അളവിൽ. 3, പ്രോപ്പർ പ്രയർ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മുടെ ആരാധനയുടെ പ്രാർത്ഥനകൾ ചൊല്ലി നമുക്കത് വ്യാഖ്യാനിക്കേണ്ടുന്നതാണ്. വാട്ട് ടു പ്രേ ആൻഡ് ഹൗ ടു പ്രേ. എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന വാക്കല്ല സത്യത്തിൽ ദേവാലയത്തിലെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന നമസ്കാരം എന്ന വാക്കാണ്. നമസ്കാരം എന്നാൽ പൂർണ്ണമായി ഉള്ള അർപ്പണമാണ്. എ കംപ്ലീറ്റ് സബ്മിഷൻ ബിഫോർ ദി ഓൾമൈറ്റി ലോർഡ്. അതുകൊണ്ട് വി ആർ നീലിംഗ് ഡൗൺ ഇൻ അവർ പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന വാക്കാണ് നമസ്കാരം. അതിൽ കുമ്പിട്ട് നമസ്കാരം. പ്രാർത്ഥന എന്നതിനേക്കാൾ, പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയ്ക്ക് 2 ഘടകങ്ങൾ. 1 വീട്ടിലെ പ്രാർത്ഥന, 2 സമൂഹ പ്രാർത്ഥന. വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വേണമെങ്കിൽ പ്രാർത്ഥന എന്ന് പറയാം. പക്ഷെ സമൂഹത്തിൽ നാം നിൽക്കുമ്പോൾ അത് നമസ്കാരമാണ്. നമ്മുടെ ആരാധനാക്രമങ്ങളെല്ലാം പറയുന്നത് ശീമാ പ്രാർത്ഥന എന്നല്ല, ശീമാ നമസ്കാരം. വിശുദ്ധ കുർബാനയുടെ പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം. നമസ്കാരങ്ങൾ എന്നാൽ എ കംപ്ലീറ്റ് സബ്മിഷൻ ബിഫോർ ദി ഓൾമൈറ്റി ലോർഡ്. ഞാനില്ലാതെ ദൈവം മാത്രമാകുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ബഹളാത്മകമായ ആരാധനയ്ക്ക് പിമ്പിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, സഭയുടെ ആരാധനകൾക്ക് വേദപുസ്തകപരമായ അടിസ്ഥാനമുണ്ടോ എന്ന്. നാം ഈ 1.5 മണിക്കൂർ കൊണ്ട് കേട്ടതെല്ലാം വേദപുസ്തകത്തിലതല്ലാതെ മറ്റൊന്നും അല്ല. യെസ്, ഇതിനെല്ലാം വേദപുസ്തകത്തിൽ അടിസ്ഥാനമുണ്ട്. ശാന്തമായി ദൈവസന്നദ്ധിയിലിരുന്ന് അത് ധ്യാനിക്കുവാനും പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ ദൈവമുമ്പിൽ പൂർണ്ണമായി അർപ്പണം നടത്തി ആരാധന നടത്തുവാനും കഴിയുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ നമസ്കാരമായി, യാഗമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറും. ഇത് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടുതൽ പഠനത്തിനും ധ്യാനത്തിനും ആലോചനകൾക്കുമായി സമർപ്പിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം തന്നതിലുള്ള നന്ദി ബഹുമാനപ്പെട്ട റംബാച്ചനോടും വന്ദിരായ അച്ഛന്മാരോടും രേഖപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളിൽ പലരും പോകാൻ വേണ്ടി വന്നവരാണെന്ന് എനിക്കറിയാം. നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഇത് പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ടോ ഇരുന്നു പോയവരുമുണ്ട്. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയതിൽ ക്ഷമിക്കുക. പക്ഷെ പഠിക്കുക. സഭയുടെ ആരാധന എന്തെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇറ്റ്സ് എ ഡിവൈൻ ലിറ്റർജി. തിയോറോഗിയ ആൻഡ് ലൈറ്റൂർഗിയ എന്ന് പറയുന്ന 2 വാക്കുകളുണ്ട്. തിയോളജിയ ഓർ തിയോറോഗിയ എന്ന് വെച്ചാൽ ദൈവത്തിന് എന്നോടുള്ള ബന്ധം. ലൈറ്റൂർഗിയ എന്നാൽ എനിക്ക് ദൈവത്തോടുള്ള ബന്ധം. ദൈവം എന്നോട് ബന്ധപ്പെടുന്നത് തിയോളജിയിലൂടെയാണ്. തയോസ് പ്ലസ് ലോഗോസ്, ദാറ്റ് ഈസ് തിയോളജി. ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുന്നത് ലിറ്റർജിയിലൂടെയാണ്, ലൈറ്റൂർഗിയ എന്ന് പറയും. സോ ഗോഡ്സ് കണക്ഷൻ ടുവേർഡ്സ് മീ ഈസ് തിയോളജിയ ആൻഡ് മൈ കണക്ഷൻ ടുവേർഡ്സ് ഗോഡ് ഈസ് ലൈറ്റൂർഗിയ. ഓരോ ആരാധനയിലും ദൈവസമ്പർക്കമാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ടും
അനുഭവിച്ചുകൊണ്ടും ആ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി ഇഴുകിച്ചേരുന്നതാണ് ആരാധന. അങ്ങനെയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂടിവരവുകളും ആരാധനകളും എല്ലാം. അതിന് ദൈവം സഹായിക്കട്ടെ. ഒരിക്കലൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.